എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 11ാമത്തെ സർഗത്തിൽ 8 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് സനത്കുമാരൻ പറഞ്ഞതിനെ സുമന്ത്രര് പിന്നെയും എടുത്ത് പറയുകയാണുണ്ടായത്. ദശരഥൻ എന്തായാലും ലോമപാദനെ പോയി കണ്ടിട്ട് ഋഷ്യശൃംഖനെ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു കൊണ്ടുവരുമെന്നുള്ള കഥ സനത്കുമാരൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ടതല്ലേ എന്ന് അതിനു വേണ്ടിയിട്ട് പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കഥ പറച്ചിൽ സുമന്ത്രർ നടത്തുന്നത്. നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. തം ച രാജാ ദശരഥോ യശസ്കാമഃ കൃതാഞ്ജലി ഋഷ്യശൃംഗം ദ്വിജശ്രേഷ്ഠം വരയിഷ്യതി ധർമ്മവിത്. സനത്കുമാരൻ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ദശരഥൻ എന്ന് പറഞ്ഞ രാജാവ് വരാൻ പോകുന്നുണ്ടല്ലോ, ഈ കാകുസ്ഥന്മാരായിട്ട് അല്ലെങ്കിൽ ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ വരാൻ പോണതായിട്ടുള്ള ദശരഥൻ എന്ന പേരുള്ള രാജാവ്, ദശരഥോ രാജ, അദ്ദേഹം യശസ്കാമ, യശസ്സുണ്ടാവുന്നതിന് മോഹിക്കുന്നവനായ ദശരഥ മഹാരാജാവ്, അതാണ് യശസ്കാമ ദശരഥോ രാജ കൃതാഞ്ജലി, വളരെ ആദരവോട് കൂടിയിട്ട് കൈകൂപ്പി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ഋഷ്യശൃംഖനെ വേണ്ട വിധത്തിൽ ഉപചാരങ്ങളോട് കൂടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവും എന്ന് പറയാനാണ് പുറപ്പെടുന്നത്. അതാണ് കൃതാഞ്ജലി. വളരെ ബഹുമാനത്തോട് കൂടിയിട്ട്, കൂപ്പുകൈയോട് കൂടിയിട്ട്, തം ദ്വിജശ്രേഷ്ഠം ഋഷ്യശൃംഗം വരയിഷ്യതി. ധർമ്മവിത് എന്നുള്ളത് ദശരഥൻ്റെ നാമത്തിൻ്റെ കൂടെ വിശേഷണമായിട്ട് ചേർക്കേണ്ടതാണ്. യശസ്കാമനും കൂപ്പുകൈകളുമായിട്ട് ധർമ്മത്തെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനായിട്ടുള്ള ദശരഥൻ എന്നു പേരുള്ള ആ രാജാവ്, വരാൻ പോണ രാജാവ്, ഇക്ഷ്വാകു വംശത്തിലെ രാജാവ്, ഋഷ്യശൃംഖൻ എന്നു പേരുള്ള ആ ദ്വിജശ്രേഷ്ഠനെ തീർച്ചയായും വരിക്കുക തന്നെ ചെയ്യും. അതായത് അവിടെ നിന്ന് ആനയിച്ച്, അംഗരാജ്യത്തിൽ നിന്ന് ആനയിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുവരുന്ന ചെയ്യും എന്ന് പറയാണ് ചെയ്യണത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടാണ് കൊണ്ടുവരണത് എന്ന് ഒന്നുകൂടി എടുത്തു പറയുകയാണ്. യജ്ഞാർത്ഥം പ്രസവാർത്ഥം ച സ്വർഗാർത്ഥം ച നരേശ്വര ലഭതേ ച സതം കാമം ദ്വിജമുഖ്യാദ് വിശാംപതി. എന്തിനൊക്കെ ആയിട്ടാണ് കൊണ്ടുവരണത് എന്നുള്ളത് ഒന്നുകൂടി എടുത്തു പറയുകയാണ്. യജ്ഞാർത്ഥം പ്രസവാർത്ഥം സ്വർഗാർത്ഥം, ഇങ്ങനെ 3 കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, 3 കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ദശരഥൻ ഋഷ്യശൃംഖനെ അംഗരാജ്യത്ത് നിന്ന് കൊണ്ടുപോണത്. യജ്ഞാർത്ഥം, യാഗം ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രസവാർത്ഥം, സന്തതി പരമ്പര ഉണ്ടാവാൻ വേണ്ടിയിട്ട്, സ്വർഗാർത്ഥം, അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ദശരഥൻ്റെ 3 ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളാണ് ഇത് 3. അപ്പോൾ അത് പരിപൂർണമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നരേശ്വര, ആ മഹാരാജാവായിട്ടുള്ള ദശരഥൻ എന്ത് ചെയ്യുന്നത്, ഋഷ്യശൃംഖനെ അംഗരാജ്യത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക്, തൻ്റെ കൊട്ടാരത്തിലേക്ക്, അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണത്. അങ്ങനെ വന്നാൽ എന്തുണ്ടാവും, ആ ബ്രാഹ്മണനിലൂടെ രാജാവിന് ഇതൊക്കെ ലഭിക്കും. അതാണ് ലഭതേച സതം കാമം ദ്വിജമുഖ്യാദ് വിശാംപതി. വിശാംപതി, വിശാംപതി എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളുടെ അധിപതിയായിട്ടുള്ള, ദിക്കുകൾക്കൊക്കെ അധിപതിയായിട്ടുള്ള മഹാരാജാവ് ദശരഥനുണ്ടല്ലോ, അദ്ദേഹത്തിന് ദ്വിജമുഖ്യാദ്, ഈ ബ്രാഹ്മണൻ കാരണമായിട്ട്, അതായത് ഋഷ്യശൃംഖൻ വഴി ഈ പറഞ്ഞ കാമങ്ങളൊക്കെ സാധിക്കും ചെയ്യും. അതായത് പുത്രന്മാരെ കിട്ടും, യജ്ഞം വേണ്ടതുപോലെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്വർഗവും ലഭിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്, ലഭതേച്ച, ലഭിക്കാൻ പോകുന്നുണ്ട്. ആ കാമങ്ങളൊക്കെ ദശരഥന് ലഭിക്കുകയും ചെയ്യും ഈ ഋഷ്യശൃംഖൻ വഴി. അപ്പോൾ ഈ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടതല്ലേ എന്നാണ് ചോദിക്കാൻ പുറപ്പെടുന്നത് സുമന്ത്രർ. അതുമാത്രമല്ല, അപ്പോൾ ഈ പ്രസവാർത്ഥം, യജ്ഞാർത്ഥം, സ്വർഗാർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടി വിസ്തരിച്ച് പറയുകയാണ് മക്കളെ പറ്റിയിട്ട്. അതാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയണത്. പുത്രാശ്ചാസ്യ ഭവിഷ്യന്തി ചത്വാരോമിത വിക്രമാഃ വംശപ്രതിഷ്ഠാനകരാ സർവഭൂതേഷു വിശ്രുത. വരാൻ പോണ മക്കള്, ഇദ്ദേഹത്തിന് സന്തതി പരമ്പരകൾ ഉണ്ടാവും എന്ന് പറഞ്ഞുല്ലോ, അവരെങ്ങനെയുള്ളവരാണ്? പുത്രാശ്ചാസ്യ ഭവിഷ്യന്തി, അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടാവുകയും ചെയ്യും. എങ്ങനെ? ചത്വാരഹ, 1 2 പേരൊന്നുമല്ല, 4 മക്കളുണ്ടാവും, 4 ആൺകുട്ടികളുണ്ടാവും. എങ്ങനെ? അമിത വിക്രമാഹ, അമിത വിക്രമന്മാരായിട്ടുള്ള, അതായത്
പരാക്രമശാലികളായിട്ട് മറ്റുള്ളവരെയൊക്കെ പ്രത്യേകിച്ച് അധർമ്മികളെ മുഴുവനും അടിച്ചൊതുക്കുന്നവരായിട്ടുള്ള 4 പുത്രന്മാർ ദശരഥനുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല അവർ വംശപ്രതിഷ്ഠാനകരാഹ, വംശത്തിന് നിലനിൽപ്പുണ്ടാക്കുകയും ചെയ്യും. അതായത് ദശരഥൻ്റെ ഈ പുത്രന്മാർ വഴി പിന്നെയും പുത്രന്മാർ ജനിക്കും. വംശം അറ്റുപോകാതെ, അന്യം നിന്നു പോകാതെ തുടർച്ച ഇവരിലൂടെ ഉണ്ടാവുകയും ചെയ്യും. വംശത്തിന് പ്രതിഷ്ഠയും ഉണ്ടാക്കും. മാത്രമല്ല സർവഭൂതേഷു വിശ്രുതാഹ, എല്ലാവരിലും വച്ച, ഈ ലോകത്ത് വച്ച ഏറ്റവും പ്രശസ്തന്മാരായിട്ടുള്ള 4 മക്കളുമായിരിക്കും അവർ. അത്രയ്ക്ക് പ്രഗത്ഭന്മാരായിട്ടുള്ള 4 മക്കൾക്ക് ദശരഥൻ ജന്മം കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങൾ സനത്കുമാരൻ പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. അങ്ങനെ 4 പുത്രന്മാരുണ്ടാവും. വളരെ ഖ്യാതി നേടിയവർ, പ്രശസ്തി നേടിയവരാവും, പേര് കേട്ടവരാവും. ഒപ്പം തന്നെ അവരിൽ കൂടെ ഈ ഇക്ഷ്വാകു വംശം അഥവാ രഘുവംശം മുമ്പാക്കം പോവുകയും ചെയ്യും എന്ന് പറയാണ്. എന്നിട്ട് 11ാമത്തെ ശ്ലോകം നോക്കാം. ഏവം സദേവ പ്രവരഃ പൂർവം കഥിതവാൻ കഥാം സനത്കുമാരോ ഭഗവാൻ പുരാ ദേവയുഗേ പ്രഭു. ഏവം ഇപ്രകാരമൊക്കെ സ ദേവപ്രവര സനത്കുമാരോ ഭഗവാൻ പുരാ കഥിതവാൻ പ്രഭു സനത്കുമാരോ ഭഗവാൻ. കുറേ വാക്കുകൾ സനത്കുമാരൻ്റെ വിശേഷണങ്ങളാണ്. ദേവപ്രവരൻ എന്നുള്ളതും ഭഗവാൻ എന്നുള്ളതും പ്രഭു എന്നുള്ളതുമൊക്കെ സനത്കുമാരൻ്റെ വിശേഷണങ്ങളാണ്. ഇപ്രകാരമൊക്കെ സുമന്ത്രർ പറയാണ്, ഇപ്രകാരമൊക്കെ ആ ദേവപ്രവരനായിട്ടുള്ള ശ്രേഷ്ഠദേവനായിട്ടുള്ള ഋഷിയാണ്, ഒപ്പം തന്നെ ദേവതുല്യനായിട്ടുള്ള ആ സനത്കുമാര ഭഗവാൻ, എല്ലാത്തിനും പ്രഭുവായിട്ടുള്ള, എല്ലാത്തിനും അധീശനായിട്ടുള്ള, എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനായ ആ സനത്കുമാര ഭഗവാൻ ഋഷീശ്വരൻ ഇപ്രകാരമൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. എപ്പോൾ? പൂർവം കഥിതവാൻ, പൂർവം വളരെ പണ്ട്, അതുതന്നെ പുരാ ദേവയുഗേ, ദേവന്മാരുടെ കാലത്ത്, അതായത് കൃതയുഗമോ അതിനു മുമ്പ് ഏതോ ഒരു കാലമാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ കാലത്ത് ഇരുന്നു കൊണ്ട് സത്യയുഗത്തിൽ, കൃതയുഗം അഥവാ സത്യയുഗം, സത്യയുഗത്തിലിരുന്നു കൊണ്ട് സനത്കുമാരൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊന്നും വെറുതെ ആവില്ല, പറഞ്ഞ വാക്കുകളൊന്നും വെറുതെ ആവാറില്ല. വളരെ ധർമ്മത്തിൻ്റെ കാലമാണ്, സത്യത്തിൻ്റെ കാലമാണ്, സത്യയുഗമല്ലേ. അപ്പോൾ അന്ന് പറയണതൊക്കെ അതേപോലെ തന്നെ സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഋഷീശ്വരൻ അത്രയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ദേവയുഗത്തിൽ, കൃതയുഗത്തിൽ അഥവാ സത്യയുഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പ്രാവർത്തികമാക്കണ്ടേ, അതന്നെയല്ലേ സംഭവിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് സുമന്ത്രർ ചെയ്യണത്. അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ്, അതാണ് മുമ്പ് പറഞ്ഞ പൂർവം കഥാം കഥിതവാൻ, ഒരു കഥ പോലെയാണ് പറഞ്ഞു തീർത്തത് എന്ന്. പുരാ ദേവയുഗേ, പണ്ട് ദേവയുഗത്തിൽ പറഞ്ഞ കഥ, അത് അതുപോലെ തന്നെ നമ്മളിലൂടെ പ്രവർത്തിക്കും. അതിനുള്ള പ്രയത്നങ്ങൾ ചെയ്യണ്ടേ അല്ലയോ മഹാരാജാവേ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ചോദിക്കുന്നത്. നമുക്ക് 12ാമത്തെ ശ്ലോകം നോക്കാം. സത്വം പുരുഷശാർദൂല സമാനയ സുസത്കൃതം സ്വയമേവ മഹാരാജ ഗത്വാ സബലവാഹന. അതുകൊണ്ട് സത്വം, അങ്ങനെയുള്ള അങ്ങ്, അതായത് പണ്ട് ഈ സനത്കുമാര മഹർഷിയാൽ എല്ലാം പറഞ്ഞു വയ്ക്കപ്പെട്ടവനായ, അങ്ങനെയൊക്കെ പ്രവർത്തിക്കാനായിട്ട് സനത്കുമാരൻ പറഞ്ഞു വച്ചിരിക്കുന്നവനായ അങ്ങ് എന്ത് ചെയ്യണം? അല്ലയോ പുരുഷശാർദൂല, പുരുഷന്മാരിൽ വെച്ച് ഒരു ശാർദൂലത്തെ പോലെ, സിംഹത്തെ, കടുവയെ പോലെ പ്രവർത്തിക്കുന്നവനെ, അതാണ് പുരുഷശാർദൂലം. ശാർദൂലം എന്ന് പറഞ്ഞ വാക്കിന് കടുവ, പുലി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വളരെ പരാക്രമണ സ്വഭാവങ്ങളൊക്കെ കൂടിയ മഹാരാജാവേ, അങ്ങ് എന്ത് ചെയ്യണം? ആ ഋഷ്യശൃംഖനെ ഇവിടേക്ക് കൊണ്ടുവരണം. അതാണ് സ്വയമേവ സബലവാഹന ത്വം ഗത്വ, അല്ലയോ പുരുഷശാർദൂലമേ, അല്ലയോ മഹാരാജാവേ, അങ്ങ് തന്നെത്താൻ, അതായത് ഒറ്റയ്ക്ക് എന്നല്ല, അവരവർ തന്നെ പോയി ക്ഷണിക്കണം, വേറെ ആരെങ്കിലും വിട്ടാൽ പോരാ, പകരത്തിന് ആരെയും പറഞ്ഞയക്കരുത്. അങ്ങ് തന്നെ ബലവാഹനങ്ങളോട് കൂടിയിട്ട്, സൈന്യത്തോടും വാഹനങ്ങളോടും ഒക്കെ കൂടെ പോയിട്ട് അവിടെ അംഗരാജ്യത്തിൽ ചെന്നിട്ട് ആ ഋഷ്യശൃംഖനെ ക്ഷണിക്കണം. അതാണ് സബലവാഹന ഗത്വാ സുസത്കൃതം സമാനയ, വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് സത്കരിച്ചിട്ട് ആ ഋഷ്യശൃംഖനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. അതാണ് പറയണത്. സമാനയ, നമ്മുടെ അയോധ്യയിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുവരൂ എന്നർത്ഥം. അത് കേട്ടിട്ട്
ദശരഥൻ എന്താ ചെയ്തതെന്ന് പറയാണ് 13ാമത്തെ ശ്ലോകത്തിൽ. സുമന്ത്രസ്യ വച ശ്രുത്വാ ഹൃഷ്ടോ ദശരഥോ ഭവത് അനുമാന്യ വസിഷ്ഠം ച സൂതവാക്യം നിശാമ്യ ച. സുമന്ത്രസ്യ വച ശ്രുത്വാ ഹൃഷ്ടോ ദശരഥോ ഭവത്. അങ്ങനെ സുമന്ത്രരുടെ വാക്കുകൾ കേട്ടിട്ട്, സുമന്ത്രസ്യ വച ശ്രുത്വാ ദശരഥ ഹൃഷ്ടോ അഭവത്. ദശരഥൻ വളരെ സന്തോഷവാനായി, സന്തുഷ്ടിയുള്ളവനായി. തനിക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് വളരെയധികം ഒരു മൂകമായിട്ടുള്ളൊരവസ്ഥ, വളരെ ഗ്ലാനിയായിട്ടിരിക്കുകയായിരുന്നു രാജാവ്. അപ്പോഴാണ് ഒരു അശ്വമേധയാഗം ചെയ്യാമെന്ന് തോന്നിയത്. അശ്വമേധയാഗത്തിൽ പുരോഹിതനായിട്ട്, പ്രഥമ പുരോഹിതനായിട്ട് ഋഷ്യശൃംഖനെ കൊണ്ടുവരണമെന്നും ഋഷ്യശൃംഖനെ കൊണ്ടുവന്നാലത്തെ കഥകളൊക്കെ എന്താണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളതൊക്കെ സുമന്ത്രർ പറഞ്ഞത് കേട്ടതോട് കൂടിയിട്ട് ദശരഥന് വളരെയധികം സന്തോഷമായി. ഇപ്പോൾ തന്നെ പോയി ഋഷ്യശൃംഖനെ വിളിക്കാം എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ്. അതാണ് അനുമാന്യ വസിഷ്ഠം ച സൂതവാക്യം നിശാമ്യ ച. സുമന്ത്രൻ സൂതരുമാണ്, മന്ത്രി മാത്രമല്ല രഥം തെളിക്കുന്ന ആളുമാണ്. അപ്പോൾ സൂതസ്യ സുമന്ത്രസ്യ വച ശ്രുത്വ, സൂതനും കൂടിയായിട്ടുള്ള ആ സുമന്ത്രരുടെ വാക്കുകൾ കേട്ടിട്ട് നിശാമ്യ, സൂതവാക്യം നിശാമ്യ. നിശാമ്യ എന്നാണ്, നിശാമ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് എന്നാണ് അർത്ഥം. നിശമ്യ ച എന്നേ വേണ്ടൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സൂതവാക്യങ്ങൾ കേട്ടിട്ട് വസിഷ്ഠം അനുമാന്യ ച, വസിഷ്ഠനെ അനുമാന്യ, വസിഷ്ഠൻ്റെ വചനങ്ങൾ കേട്ടിട്ട്, അതായത് ഇങ്ങനൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ളത് വസിഷ്ഠനോട് പറഞ്ഞ് വസിഷ്ഠൻ്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് രാജാവ് ഋഷ്യശൃംഖനെ വിളിക്കാനായിട്ട് കൊട്ടാരത്തിലേക്ക്, അതായത് ലോമപാദൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തം ച രാജാ ദശരഥോ യശസ്കാമഃ കൃതാഞ്ജലി ഋഷ്യശൃംഗം ദ്വിജശ്രേഷ്ഠം വരയിഷ്യതി ധർമ്മവിദ് യജ്ഞാർത്ഥം പ്രസവാർത്ഥം ച സ്വർഗാർത്ഥം ച നരേശ്വര ലഭതേ ച സതം കാമം ദ്വിജമുഖ്യാദ്വിശാംപതി പുത്രശ്ചാസ്യ ഭവിഷ്യന്തി ചത്വാരോമിത വിക്രമാഃ വംശപ്രതിഷ്ഠാനകരാ സർവഭൂതേഷു വിശ്രുതാഃ ഏവം സദേവ പ്രവരഃ പൂർവം കഥിതവാൻ കഥാം സനത്കുമാരോ ഭഗവാൻ പുരാ ദേവയുഗേ പ്രഭോ സത്വം പുരുഷശാർദൂല സമാനയ സുസത്കൃതം സ്വയമേവ മഹാരാജ ഗത്വാ സബലവാഹന സുമന്ത്രസ്യ വച ശ്രുത്വാ ഹൃഷ്ടോ ദശരഥോ ഭവത് അനുമാന്യ വസിഷ്ഠം ച സൂതവാക്യം നിശാമ്യ ച. അങ്ങനെ അടുത്ത ഭാഗത്തിൽ ഋഷ്യശൃംഖനെ ക്ഷണിക്കാനായിട്ട് പോണ ദശരഥനെ കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.